പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ശ്ലീഹാകാലത്തിന്റെ രണ്ടാമത്തെ ഞായറാഴ്ചയാണെന്ന്. ശ്ലീഹാകാലത്തിന്റെ രണ്ടാമത്തെ ഞായറാഴ്ച എപ്പോഴും പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാളായി ആചരിക്കുന്ന ദിവസമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തെ, നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തെ നമ്മൾ ഓർമ്മിച്ച് പ്രാർത്ഥിക്കുന്ന ആ വലിയ വിശ്വാസ സത്യം മനസ്സിലാക്കാനുള്ള വലിയ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് കർത്താവിൻ്റെ ഈ ദിവസത്തിൻ്റെ, ഞായറാഴ്ച ദിവസത്തിൻ്റെ, അതുപോലെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഏവർക്കും സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും തുടങ്ങുന്നതും അവസാനിക്കുന്നതും ത്രിത്വത്തെ അനുസ്മരിച്ചാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മൾ പ്രത്യേകമായി നമ്മുടെ പ്രാർത്ഥനകളിലും അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ആത്മീയ കാര്യങ്ങളിലും എല്ലാം എപ്പോഴും അനുസ്മരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ചെറിയ പ്രാർത്ഥന എന്നാണ് ഈ ത്രിത്വ സ്തുതിയെ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലുതാണ്. കാരണം അതിൻ്റെ അകത്ത് എല്ലാ വിശ്വാസ സത്യവുമുണ്ട്. മൂന്ന് ദൈവിക ആളുകളെയും കുറിച്ച് ഒരു ദൈവമായ പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാളുകളെ ഒരുമിച്ച് ഓർക്കുന്ന പ്രാർത്ഥനയാണ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ അത് ലോകത്തിലെ ഏറ്റവും വലിയ, അതേസമയം അതിൻ്റെ വലിപ്പം കൊണ്ട്, അതിൻ്റെ നീളം കൊണ്ട് ഏറ്റവും ചെറിയ പ്രാർത്ഥനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ചെറിയ പ്രാർത്ഥനയെന്ന് അതിനെക്കുറിച്ച് പറയാറുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 12 മുതൽ 15 വരെ വാക്യങ്ങൾ എന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നു. അതിൽ പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവർ തമ്മിലുള്ള ബന്ധവും അവരുടെ പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള സൂചനയാണ്. പ്രധാനമായും നമ്മൾ ഈ ത്രിത്വത്തെക്കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കുന്നത് ത്രിത്വം ഒരു കൂട്ടായ്മയാണ്. കൂട്ടായ്മയുടെ പ്രവർത്തനമാണ് സഭയിലും സമൂഹത്തിലും നമുക്ക് കാണേണ്ടതും ഉണ്ടാവേണ്ടതും എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒറ്റ ദൈവം, അതിൽ മൂന്നാളുകൾ, മൂന്ന് വ്യത്യസ്തരായ ആളുകളാണ്. അതിൻ്റെ അകത്ത് 3 പേരുടെ ഒരു ഡിഫറൻസസ് ഉണ്ട്, പക്ഷെ അവർ ഒന്നാണ്. അത് ഡിവിഷൻ അല്ല. സാധാരണ അതുകൊണ്ട് പറയാറുണ്ട്, ഡിഫറൻസസ് ആർ ഡിവൈൻ ബട്ട് ഡിവിഷൻ ഈസ് ഡയബോളിക്. അത് തിന്മയാണ്. ഡിവിഷൻ, വിഭാഗീയത തിന്മയാണ്. അതേസമയം വ്യത്യസ്തത ദൈവികവുമാണ്. അത് ഏറ്റവും നന്നായി മനസ്സിലാകുന്നത് ഈ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഒരു കാര്യത്തിൽ തന്നെയാണ്. ഒരു ദൈവം മൂന്നാളുകളായി ഒരുമിച്ച് ഒരേപോലെ ഒരേ പ്രവർത്തനവും കൂട്ടായ പ്രവർത്തനവും വരുന്ന ആ ത്രിത്വം നമുക്ക് എല്ലാ തരത്തിലും അടിസ്ഥാനവും മാതൃകയുമാണ്. രണ്ടാമത് നമ്മൾ പ്രത്യേകിച്ച് ഓർക്കുന്നത് കുടുംബം ത്രിത്വത്തിൻ്റെ മാതൃകയാണ്. ഈ ഭൂമിയിൽ ത്രിത്വത്തിൻ്റെ മാതൃകയാണ് ഓരോ കുടുംബവും. ത്രിത്വത്തിൽ 3 ആളുകളാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. കുടുംബത്തിൽ ഭർത്താവും ഭാര്യയും മക്കളും എന്ന രീതിയിൽ ചിന്തിച്ചെടുത്താൽ അതൊരു ത്രിത്വത്തിൻ്റെ പ്രതിഫലനമാണ്. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങളും ആ ത്രിത്വത്തിൻ്റെ സ്നേഹക്കൂട്ടായ്മയിലും ഐക്യത്തിലും പരസ്പരം പ്രോത്സാഹിപ്പിച്ച് വളർത്തുന്ന കാര്യത്തിലുമൊക്കെ ഒരേപോലെ മുന്നേറേണ്ടതാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്നു, പിതാവിൽ നിന്ന് കേട്ടത് മാത്രമാണ് സത്യാത്മാവ് നിങ്ങളെ അറിയിക്കുന്നത്. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് സംസാരിക്കും. അതുവഴി അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനെയും തന്നെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ഈശോ പറയുമ്പോൾ അതെല്ലാം ഒരു തുടർച്ചയുടെ കൂടി സൂചനയാണ്. ആരും ഒറ്റയ്ക്ക് നിൽക്കുന്നവരല്ല. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ്, പുത്രനെ മഹത്വപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്, അതെല്ലാം ഒരു കൂട്ടായ്മയും ബന്ധവും കാണിക്കുന്നത്. നമ്മൾക്ക് ആഴമായ നല്ല ഇഴചേർന്ന ബന്ധമുണ്ടോ എന്ന് ഓർമ്മിക്കാനും കൂടി ആലോചിക്കാനും കൂടി ത്രിത്വത്തിൻ്റെ തിരുനാൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ DNA ആണ് ത്രിത്വം. DNA എന്നുള്ളത് ഒരു മനുഷ്യജീവൻ്റെ ഏറ്റവും അടിസ്ഥാന കാര്യമാണെന്ന് നമുക്കറിയാം. അതുപോലെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ DNA ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ്. അതിൻ്റെ തുടക്കമാണ്, അതിൻ്റെ ആരംഭമാണ്, അടിസ്ഥാനമാണ് ത്രിത്വം. എല്ലാറ്റിൻ്റെയും കാരണമായ, എല്ലാറ്റിലും മറഞ്ഞിരിക്കുന്ന, എല്ലാത്തിൻ്റെയും മൂലകാരണമായ ത്രിത്വത്തെ മനസ്സിലാക്കാനുള്ള വലിയൊരു അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. നമുക്ക് എങ്ങനെ പ്രായോഗിക ജീവിതത്തിൽ ത്രിത്വത്തെ കണ്ടെത്താം? 3 കാര്യങ്ങൾ ഒരേപോലെ ഓർത്താൽ പ്രായോഗിക ജീവിതത്തിൽ ഞാൻ ത്രിത്വം പ്രാവർത്തികമാക്കുന്നയാളായി മാറും. ദൈവത്തെയും സഹോദരങ്ങളെയും എന്നെയും ഒരേപോലെ അല്ലെങ്കിൽ അർഹമായ രീതിയിൽ ചിന്തിക്കാൻ പറ്റിയാൽ, ആ 3 കാര്യങ്ങളെക്കുറിച്ച് ചിന്തയുണ്ടെങ്കിൽ ഞാൻ ത്രിത്വം പ്രായോഗിക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നയാളായി മാറും.
ദൈവത്തെക്കുറിച്ച് ഒന്നാമതായി ഓർമ്മ വേണം. രണ്ടാമതായി നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് ഓർമ്മ വേണം. മൂന്നാമതായി നമ്മുടെ ജീവിത വിശുദ്ധിയെക്കുറിച്ച് ഓർമ്മ വേണം. ദൈവത്തെയും സഹോദരങ്ങളെയും നമ്മളെയും അർഹമായ പരിഗണനകളോടെ ചിന്തിക്കാൻ സാധിക്കുന്നവർക്ക് ത്രിത്വം പ്രായോഗിക ജീവിതത്തിൽ അംഗീകരിക്കാനും പ്രാവർത്തികമാക്കാനും സാധിക്കും. പുണ്യശ്ലോകനായ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറഞ്ഞു, ഇന്നത്തെ ത്രിത്വം, ഈ കാലത്തിൽ ഈ ഭൂമിയിൽ കാണുന്ന ത്രിത്വം മറ്റൊന്നാണ്. അത് സെക്സ്, ഡ്രഗ്സ്, വയലൻസ്, ഇങ്ങനെ 3 കാര്യങ്ങളുടെ ഒരു ത്രിത്വം ഇന്ന് ഭൂമിയെ തിന്മയുടേതായ ഒരു മനോഭാവത്തോടെ ഭരിക്കുന്നു. അത് മാറുവാനും യഥാർത്ഥ ത്രിത്വമായ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ഭരണവും സാന്നിധ്യവും നമ്മുടെ കുടുംബങ്ങളിലും ഇടവകകളിലും സമൂഹത്തിലും വ്യക്തിജീവിതത്തിലും എല്ലാം വരാനുമുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഈ ത്രിത്വത്തിൻ്റെ തിരുനാൾ ദിവസം ത്രിത്വം നമ്മുടെ ഹൃദയത്തിൽ എഴുന്നള്ളി വരുന്ന ദിവസം കൂടിയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ അനുഗ്രഹീത ദിവസം ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ത്രിത്വത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും അതിൻ്റെ പ്രായോഗികമായ വശങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാക്ഷ്യമായി ഈ ഭൂമിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.